ഏറ്റവും രുചികരമായ നഞ്ചങ്കോട് ചിപ്സിന്റെ നിർമ്മാണത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയും CBSE വേൾഡിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക്. ഈ ചിപ്സിനെ ഏറ്റവും ടേസ്റ്റി ആക്കുന്ന, ഏറ്റവും യൂണീക്ക് ആക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. അത് നമ്മൾ മേക്കിങ്ങിന്റെ ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. മേക്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് 10K ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്തോഷവും കടപ്പാടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ ചിപ്സ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ചിപ്സ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. ഈ ചിപ്സിനെ ഏറ്റവും യൂണീക്ക് ആക്കുന്ന പ്രധാന ഘടകങ്ങളൊന്നും ഇതിന് തിരഞ്ഞെടുക്കുന്ന വാഴയ്ക്കാണ്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതിന് ഒറ്റ എഡ്ജ് പോലും ഉണ്ടാകത്തില്ല. കൂടാതെ നമ്മൾ വാഴക്കൃഷിയിൽ ഉടനീളം യാതൊരുവിധ കെമിക്കൽ കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ല. 2 തരത്തിലുള്ള ചിപ്സാണ് നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്: വാഴക്കായ കൊണ്ടും വാഴപ്പഴം കൊണ്ടും. വാഴക്കായയുടെ അല്ലെങ്കിൽ പഴത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത ശേഷം നെടുകെ ഒരു വരയിട്ട് ആ വരയിൽ നിന്ന് തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കായും പഴവുമായി ഏകദേശം 20 കിലോയാണ് നമ്മൾ ഇന്നത്തേക്ക് പൊളിച്ചു വെച്ചിരിക്കുന്നത്. വാഴയുടെ കുല വെട്ടി 1 ദിവസത്തിന് ശേഷം ഉണ്ടാക്കുന്ന ചിപ്സാണ് ഏറ്റവും ടേസ്റ്റി ആയിരിക്കുക. ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. നഞ്ചങ്കോട് ചിപ്സിന് യൂണിക് ടേസ്റ്റ് നൽകുന്ന രണ്ടാമത്തെ ഘടകം അതിലുപയോഗിക്കുന്ന കറിവേപ്പിലയാണ്. 2 കായ്ക്ക് 1 തണ്ട് കറിവേപ്പില എന്ന കണക്കിൽ 120 കായ്ക്ക് 60 കറിവേപ്പിലയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സാമ്പിൾ എന്ന നിലയ്ക്ക് നമ്മൾ കറിവേപ്പില ഇടുകയാണ്. ഈ കറിവേപ്പില കോരിയെടുത്ത ശേഷം എണ്ണയുടെ ചൂട് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ കളർ ചെറുതായിട്ട് മാറിയിട്ടുള്ളതായി കാണാം. ഇനി നമ്മുടെ എണ്ണയിലേക്ക് കായിടാൻ വേണ്ടി എല്ലാം സെറ്റാണ്. ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിയുള്ള കായ്കളും പൊളിക്കുന്നുണ്ട് കേട്ടോ. സ്ലൈസർ എടുത്തു, കയ്യിൽ പിടിച്ചു, ചെറുപ അരിഞ്ഞ് തള്ളുകയാണ്. മറ്റൊരു കാര്യം, നമ്മൾ നോർമലി അരിയുന്ന സ്പീഡ് ഇതല്ല കേട്ടോ. ഒരു കായ എടുത്താൽ 1 മില്ലിമീറ്റർ താഴെയുള്ള 110 മുതൽ 120 കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയുന്നത്. അങ്ങനെയുള്ള കായ്കളുടെ 200 മുതൽ 220 വരെയുള്ള സ്ലൈസിങ് പൂർത്തിയാകുന്നത് വെറും 30 മുതൽ 40 സെക്കൻഡുകൾ കൊണ്ടാണ്. എണ്ണയിൽ വീണ പീസുകൾ 3 മുതൽ 4 തവണ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തിള നിന്നിട്ടുണ്ട്. കൂടാതെ കളർ മാറിയിട്ട് ഇത് നമ്മുടെ പഴം സ്ലൈസ് ചെയ്താണ്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് ലായനിയാണ്. എത്ര ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടോ അതനുസരിച്ച് കൊടുക്കാം. ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും പേടിക്കേണ്ടതില്ല. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് അടുത്ത തവണ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മിക്സ് ചെയ്യുമ്പോൾ ഒരുപോലെ കിട്ടും. ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ഒരിക്കലും വെളിച്ചെണ്ണയായിട്ട് മിക്സ് ആവില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന അത്രയും ഉപ്പ് നമ്മുടെ കായിലേക്ക് പിടിക്കും. ഈ തിള എപ്പോൾ നിൽക്കുന്നോ അതിനർത്ഥം നമ്മുടെ ചിപ്സ് കോരിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ വീഡിയോഗ്രാഫി നമുക്ക് അത്രയ്ക്ക് മികച്ചതാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഫാമിലി ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി സാധാരണ ഒരു ബൾബിൻ്റെ വെളിച്ചത്തിലെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പഴം ചിപ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കായയുടെ ചിപ്സാണ്. ഇത് വറുത്ത് കോരിയെടുക്കുമ്പോൾ ഈ മുകളിലേക്ക് എടുത്ത് തട്ടുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഈ സൗണ്ട് വന്നാൽ പെർഫെക്റ്റ് എന്നാണ്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മിസ്സായിപ്പോയി. നമ്മൾ കറിവേപ്പില ചേർക്കുന്നത് ഉപ്പൊഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഇനി നമ്മൾ പറയാൻ വിട്ടുപോയ 3ാമത്തെ എക്സ് ഫാക്ടർ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ കരീംക്ക് പറയുന്ന അതേ ഡയലോഗാണ്: ഓരോ സുലൈമാനിയിലും ഒരു മുഹബത്തുണ്ട് മോനെ. വയർ നിറയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കും, കഴിക്കുന്നവൻ്റെ മനസ്സ് നിറയ്ക്കാനാണ് ബുദ്ധിമുട്ട്. ഇനി ഈ ചിപ്സ് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഓണാശംസകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും മികച്ച 3 ആശംസകൾക്കാണ് സമ്മാനം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗൂഗിളിൽ നിന്നോ മറ്റോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരരുത്. ഒരാൾക്ക് എത്ര ആശംസകൾ വേണമെങ്കിലും അയക്കാം, പക്ഷേ മിനിമം 2 മണിക്കൂർ ഗ്യാപ്പ് നിർബന്ധമാണ്. ഈ വീഡിയോ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മാവേലി മന്നൻ്റെ വരവിനായി കാത്തിരിക്കുന്ന എല്ലാ മലയാളികൾക്കും CBSE വേൾഡിൻ്റെ അഡ്വാൻസ് ഓണാശംസകൾ.